ബ്രേക്കിംഗ് ന്യൂസ് തുടരുന്നു. ഇപ്പോൾ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ മാധ്യമങ്ങളെ കാണുകയാണ്. നിന്നാണ് അതിന്റെ എല്ലാം ഉത്തരവാദിത്തം ഈ പറയുന്ന അഭിനയ റാണി ചമയാൻ വേണ്ടി നടക്കുന്ന ഈ വീണ ജോർജിനാണ്. അതുകൊണ്ട് അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്ന് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇനിയും ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ നടത്തിക്കൊണ്ട് KSU പ്രവർത്തകരെ വേട്ടയാടാമെന്നൊരു ധാരണ കേരളത്തിലെ CPM-ന് വേണ്ട. ഇന്നലെ CPM-ന്റെ സൈബർ ഹാൻഡിലുകളെല്ലാം അതിലംസി എന്ന് പറയുന്ന KSU-ന്റെ ജില്ലാ പ്രസിഡന്റിനെ കൊല്ലും, കുത്തും, വെട്ടും എന്ന തരത്തിലേക്കുള്ള വലിയ രീതിയിലേക്കുള്ള വെല്ലുവിളികളൊക്കെ നടത്തുകയാണ്. ആ വെല്ലുവിളികളൊക്കെ കയ്യിൽ വെച്ചിരുന്നേച്ചാൽ മതി എന്ന് പറയാൻ KSU ആഗ്രഹിക്കുകയാണ്. KSU കേരളത്തിന്റെ ആരോഗ്യ മേഖലയും അതുപോലെ തന്നെ ആഭ്യന്തര മേഖലയും തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരത്തിലേക്കുള്ള വാർത്തകളെ വഴി തിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ CPM നടത്തേണ്ടതില്ല എന്നാണ് KSU-ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ല, അതിൽ നിങ്ങൾ സമരത്തിന്റെ മെറിറ്റിനെ പറ്റിയോ ഡിമെറിറ്റിനെ പറ്റിയോ ഒന്നും വലിയ രീതിയിലേക്കുള്ള ചർച്ചാ വിഷയം ഒന്നും പോകേണ്ടതില്ല. ഇവിടുത്തെ വിഷയം എന്താണ്? കേരളത്തിന്റെ വിഷയം എന്ന് പറയുന്ന ആരോഗ്യ മേഖല തകർന്നിരിക്കുന്നു. ഇന്ന് രാവിലെയും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഒരു ചികിത്സയ്ക്ക് വന്ന രോഗിയുടെ തലയിൽ ചക്ക വീണിരിക്കുന്നു എന്ന തരത്തിലേക്ക് വാർത്ത വരികയാണ്. അതായത് സുരക്ഷിതമല്ലാത്ത കേരളത്തിന്റെ ജനറൽ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളും എല്ലാം മാറുകയാണ്. ഒരു സാധാരണക്കാരായിട്ടുള്ള ആളിന് അവിടെ ഒരു രോഗമായിട്ട് ആശുപത്രിയിൽ കടന്നു ചെല്ലാൻ സാധിക്കാതിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സമരത്തിന്റെ മെറിറ്റിനെ പറ്റിയും ഡിമെറിറ്റിനെ പറ്റിയും അല്ല സംസാരിക്കേണ്ടത്, മറിച്ച് അവിടെ ആരോഗ്യ മേഖലയ്ക്ക് ഉണ്ടായിരിക്കുന്ന KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അഭിനയമാണ് വീണ ജോർജ് നടത്തിയത്, അതുകൊണ്ട് ഇതിൽ ആഭ്യന്തര വകുപ്പ് ഇടപെടണം എന്നതാണ് KSU-വിന്റെ ആവശ്യം. KSU-വിനെ നേരിടാം എന്നാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അതിന് തക്കതായ മറുപടി നൽകും എന്നാണ് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.